ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പുറത്ത് പോകുന്ന വീഡിയോ ആണ്. വേറെ ഒന്നിനല്ല, ഫുഡ് അടിക്കാനായിട്ടാണ്. വേറെ എവിടേക്കല്ല നമ്മൾ പോയത്. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ജോസാൻ്റെ തട്ട് കഴിക്കാനായിട്ട് നമ്മൾ പോയത്. ഇവിടെ ആണെങ്കിൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 8:30 കൂടി തീരുമാനമാവട്ടെ എല്ലാ ഫുഡും. നമ്മൾ ഏകദേശം തീരുമാനമായ ടൈമിലാണ് അവിടേക്ക് എത്തിയത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ഐറ്റംസുകൾ. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഓർഡർ ചെയ്യാൻ തുടങ്ങി. ആദ്യം ഞാൻ ബീഫും കൊള്ളിയാനായിട്ട് ഓർഡർ ചെയ്തത്. അങ്ങനെ എൻ്റെ ബീഫും കൊള്ളിയും വന്നു. കഴിച്ചു നോക്കിയപ്പോൾ പറയണ്ട മക്കളെ, നല്ല അടാറ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബീഫും കൊള്ളി ആദ്യം ട്രൈ ചെയ്തു. പിന്നീട് നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ പോർക്കും കൊള്ളിയായിരുന്നു കേട്ടോ. അതും നല്ല ഗ്രേവി ടൈപ്പാണ്. ഇവിടുത്തെ ഒരുവിധം എല്ലാ ഐറ്റംസുകളും ഇങ്ങനെ ഗ്രേവി ആയിട്ടുള്ള ടൈപ്പായ കാരണം തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ഓർഡർ ചെയ്ത സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഡബിൾ ബുൾസേ ആണ് കേട്ടോ. വെറും ബുൾസേ അല്ല, നമ്മുടെ പോർക്കിൻ്റെ ചാറ് വെച്ചിട്ടുള്ള ബുൾസേ ആണ് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ എൻ്റെ പൊന്നു, ഞാൻ ആദ്യമായിട്ടാണ് ബുൾസയിൽ ഇങ്ങനെ ഗ്രേവി വെച്ച് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ തട്ടുകടയിൽ പോകാൻ വെച്ചത് ഇങ്ങനെ പറഞ്ഞ് തന്നെ കഴിച്ച് നോക്കണം കേട്ടോ. പിന്നീട് നമ്മുടെ ഓംലേറ്റാണ്. അതും ഗ്രേവി വെച്ചിട്ടാണ്, പക്ഷേ അതിൽ ബീഫിൻ്റെ ഗ്രേവിയാണ് വെച്ച് കൊടുത്തത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ അതും കഴിച്ചു. അങ്ങനെ ഓരോരുത്തർ അവരവർക്ക് വേണ്ട എല്ലാ ഐറ്റംസുകളും ഓർഡർ ചെയ്ത് കഴിച്ചു തുടങ്ങിയിട്ട് അപ്പു കഴിച്ചു, ചിച്ചുട്ടൻ കഴിച്ചു. തനുട്ടനാണെങ്കിൽ ഒന്നും കഴിക്കാണ്ട് അവിടെ മൂലയിൽ ഒതുങ്ങിയിരിക്കുന്നു, കാരണം ആൾ വെജിറ്റേറിയനാണേ. പിന്നീട് ഞാൻ അവസാനിപ്പിച്ചത് ഒരു ബുൾസയിലായിരുന്നു കേട്ടോ, വെറും പ്ലെയിൻ ബുൾസൈ. അതോടുകൂടി ഇന്നത്തെ അധ്യായം ഞാൻ അവസാനിപ്പിച്ചു. അങ്ങനെ നമ്മൾ എല്ലാതും കഴിച്ച് അവിടെ നിന്ന് ജോസേട്ടനോട് ടാറ്റയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. വരുന്ന വഴിക്ക് ഒരു ജീരക സോഡയും കൂടി കയറ്റി. ഫുള്ള് കയറ്റാൻ പറ്റിയില്ല, കുറച്ച് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ.